പ്രിയപ്പെട്ടവരെ, അടുത്തൊരു ചോദ്യം പ്രധാനമായിട്ടും തുറമുഖങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ തുറമുഖങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെയും, അതായത് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ, നമ്മുടെ മാപ്പിൻ്റെ ഇടത് ഭാഗത്തുള്ള വെസ്റ്റേൺ കോസ്റ്റൽ, അതായത് ഈ കാണ്ടിലേക്ക് കാണിക്കുന്ന ഗുജറാത്തിൻ്റെ ഭാഗം മുതൽ കന്യാകുമാരി വരെ, ഈ ഭാഗം വരെയുള്ള പ്രദേശം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നും, കന്യാകുമാരി മുതൽ ഇവിടെ ഈ കൊൽക്കത്തയെ കാണിച്ചിരിക്കുന്ന പ്രദേശം അല്ലെങ്കിൽ അതിന് മുകളിലുള്ള പ്രദേശം, അതായത് സുന്ദർബൻ ഡെൽറ്റ വരെയുള്ള പ്രദേശം അറിയപ്പെടുന്നത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്നുമാണ്. അപ്പോൾ ഗുജറാത്ത് മുതൽ തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയും, കന്യാകുമാരി മുതൽ വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം വരെയുള്ള പ്രദേശത്താണ് ഇന്ത്യക്ക് സമുദ്രതീരമുള്ളത്. സമുദ്രത്തിൽ മാത്രമേ തുറമുഖം അല്ലെങ്കിൽ പോർട്ട് നിർമ്മിക്കാൻ സാധിക്കൂ, അല്ലെങ്കിൽ സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ. അപ്പോൾ പോർട്ട് ചോദിക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യയുടെ മധ്യഭാഗത്ത് കൊണ്ടുപോയോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മണ്ടക്ക് ജമ്മു കാശ്മീരിലോ അല്ലെങ്കിൽ ലഡാക്കിലോ കൊണ്ടുപോയിട്ട് പോർട്ട് വരച്ച് വയ്ക്കുന്ന ഒരു പ്രവണത ഉണ്ടാകരുത്. ആദ്യം അത് ഒരു മുഖവുരയായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മളുടെ പോർട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹിപ്പോപ്പൊട്ടാമസൊക്കെ വാപൊളിച്ച് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ മധ്യഭാഗത്ത്, അതായത് ആ കച്ച് പെനിൻസുലയുടെ ഭാഗത്ത്, ആ ഭാഗത്ത് തന്നെ കാണുന്ന ആ റെഡ് പൊട്ട് കൊടുത്തേക്കുന്നത് കാണ്ടില എന്ന് പറയുന്ന പോർട്ടാണ്. ഇനി നോക്കി, ഗുജറാത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് ടി മാർക്ക് ചെയ്ത ഭാഗത്ത്, അവിടെ മുകൾ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കിയതാണ് പെനിൻസുല, കത്തിയവാർ പെനിൻസുലയുടെ തൊട്ട് താഴെയായിട്ട് അവിടെ നർമ്മദ നദിയുണ്ട്, അതിന് താഴെയായിട്ട് താപ്തി ഉണ്ട്. അപ്പോൾ താപ്തിയാണ് ടി എന്ന് മാർക്ക് ചെയ്തേക്കുന്നത്. അതിന് താഴേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മുംബൈ എന്ന് പറയുന്ന പോർട്ട് വരുന്നു. ഇവിടെ മുംബൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നവി മുംബൈ അല്ലെങ്കിൽ ന്യൂ മുംബൈ എന്നൊക്കെ അറിയപ്പെടുന്ന നെവഷേവ എന്ന് പറയുന്ന പോർട്ട് തുറമുഖമുണ്ട്. താഴെ നെവഷേവക്ക് താഴെയായിട്ട് മർമഗോവ, ഗോവയിലാണ് മർമഗോവ വരുന്നത്. ഇനി കർണാടകയുടെ മുകൾ ഭാഗത്ത് മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം എന്ന് പറയുന്ന പോർട്ടുണ്ട്. കൊച്ചി, SLC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കൊച്ചി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട അറബിക്കടലിലെ റാണിയായിട്ടുള്ള കൊച്ചി. അപ്പോൾ ഗുജറാത്തിൽ കണ്ടില എന്ന് പറയുന്ന പോർട്ട്, മുംബൈ പോർട്ട്, നെവഷേവ, ദെൻ മർമഗോവ, മാംഗ്ലൂർ അല്ലെങ്കിൽ മംഗലാപുരം, കൊച്ചി. ഇതാണ് പ്രധാനമായിട്ട് നമ്മളുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഇന്ത്യയിൽ നൂറുകണക്കിന് ചെറുതും വലുതുമായിട്ടുള്ള പോർട്ട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറേബ്യൻ സീയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് എന്നുള്ള രീതിയിൽ പഠിക്കേണ്ടത് ഇതാണ്. ഇനി നോക്കി, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണുന്ന ടൂറ്റിക്കോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി എന്ന് പറയുന്ന പോർട്ടാണ് ഈ കാണുന്നത്. ഇവിടെ തമിഴ്നാട്ടിൽ ടൂറ്റിക്കോറിൻ. ഇനി എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് ചെന്നൈ എന്ന് പറയുന്നത്. തമിഴ്നാടിൻ്റെ ക്യാപിറ്റൽ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടിയാണ് ചെന്നൈ എന്ന് പറയുന്നത്. മറീന ബീച്ചൊക്കെ സ്ഥിതി ചെയ്യുന്ന ചെന്നൈ പ്രധാനപ്പെട്ട ഒരു പോർട്ടാണ് എന്ന് ഓർത്തിരിക്കാം. ഇവിടെ G മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഗോദാവരിയുടെ പൊസിഷനാണ്. ഗോദാവരിയുടെയൊക്കെ തൊട്ട് മുകളിലായിട്ട് വിശാഖപട്ടണം, നമ്മൾ മോഡൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു വിശാഖപട്ടണം പോർട്ട് എന്ന് പറയുന്നത്. ഇവിടെ M മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് വിശാഖപട്ടണത്തിൻ്റെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് M മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഒഡീഷയിലുള്ള മഹാനദി, അവിടെ M മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിന് റൈറ്റ് സൈഡിലായിട്ട് കാണപ്പെടുന്ന ഈ റെഡ് കളർ സ്പോട്ട് കാണുന്നത് അത് പാരദ്വീപാണ്. പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ് മഹാനദി. അതിനടുത്തായിട്ട് തന്നെ പാരദ്വീപ് ഓർത്തിരിക്കാം. ദെൻ നമ്മൾ നേരത്തെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്, കൊൽക്കത്തയുടെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ് കാണുന്നുണ്ട്. അതിനുശേഷം കൊൽക്കത്ത പോർട്ട് കാണുന്നു. കൊൽക്കത്തയുടെ തൊട്ട് താഴെ തന്നെ വെസ്റ്റ് ബംഗാളിലുള്ള പോർട്ടാണ് ഹാൽഡിയ എന്ന് പറയുന്നത്. അപ്പോൾ കൊൽക്കത്തയും ഹാൽഡിയയും വരുന്ന വെസ്റ്റ് ബംഗാളിലാണ്. പാരദ്വീപ് ഒഡീഷയിലാണ് വരുന്നത്. വിശാഖപട്ടണം വരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. വിശാഖപട്ടണത്തിന് താഴെയായിട്ട് ഗോദാവരി കാണിച്ചിട്ടുണ്ട്. ദെൻ ചെന്നൈ തമിഴ്നാട്ടിലാണ്. ടൂറ്റുകോറിൻ അല്ലെങ്കിൽ തൂത്തുക്കുടി എന്ന് പറയുന്നത് വരുന്നത് അതും തമിഴ്നാട്ടിൽ തന്നെയാണ്. നോക്കിയപ്പോൾ കൊച്ചിയുടെയും ടൂറ്റിക്കോറിൻ്റെയും പൊസിഷൻ നോക്കി, ഏതാണ്ട് ഒരു സ്ലാൻഡിങ് ആയിട്ടൊരു ലൈൻ കൊച്ചി എന്ന് വരച്ച് കഴിഞ്ഞാൽ ടൂറ്റിക്കോറിനായി. മാംഗ്ലൂരിന് ഏതാണ്ട് ഓപ്പോസിറ്റായിട്ട് ഈസ്റ്റേൺ പാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചെന്നൈ ആയി. ഇനിയൊന്ന് നോക്കി, നവഷേവയുടെ റൈറ്റിലേക്ക് വരച്ച് കഴിഞ്ഞാൽ വിശാഖപട്ടണമായി. ഓക്കെ, അങ്ങനെ ഒരു ഐഡിയയിൽ പഠിക്കുക എന്നതാണ്. കൊൽക്കത്ത ഇമ്പോർട്ടൻ്റ് ആണ്, ഹാൽഡി ഇമ്പോർട്ടൻ്റ് ആണ്, പാരദ്വീപ് ഇമ്പോർട്ടൻ്റ് ആണ്, വിശാഖ അല്ലെങ്കിൽ വിശാഖപട്ടണം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ചെന്നൈ ഇമ്പോർട്ടൻ്റ് ആണ്, തൂത്തുക്കുടി ഇമ്പോർട്ടൻ്റ് ആണ്, കൊച്ചി ചോദിച്ചിട്ടുണ്ട്, മംഗലാപുരം, മർമഗോവ,
നെവഷേവ മുംബൈ. ഏറ്റവും പ്രധാനപ്പെട്ടത് കാണ്ടില, പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ഐഡിയയിൽ പലവട്ടം വീഡിയോ കണ്ട് വരച്ച് മാപ്പിൽ അടയാളപ്പെടുത്തി പഠിക്കുമ്പോഴാണ് അത് പരീക്ഷ തലേന്ന് പഠിക്കേണ്ടതല്ല. ഇനിയുള്ള ദിവസങ്ങളിൽ പഠിച്ചെങ്കിൽ മാത്രമേ 4 മാർക്ക് ഉറപ്പായിട്ടും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. താങ്ക് യു. നമുക്കിനി പെനിൻസുലാർ റിവേഴ്സുമായി ബന്ധപ്പെട്ട് നോക്കാം. പെനിൻസുലാർ പ്ലേറ്റു. പെനിൻസുലാർ ഇന്ത്യയിൽ നിന്ന്, ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന നദികളാണ് പെനിൻസുലാർ റിവേഴ്സ് എന്ന് പറയുന്നത്. 6 പെനിൻസുലാർ റിവേഴ്സിനെ കുറിച്ചാണ് നമുക്ക് പ്രത്യേകം നോക്കേണ്ടത്. കാവേരി, കൃഷ്ണ, ഗോദാവരി, മഹാനദി, നർമ്മദ, താപ്തി. ഈ നദികളുടെ സ്ഥാനം നമുക്കൊന്ന് പഠിച്ചിരിക്കണം. എന്തായാലും ഈ നദികളിൽ നിന്ന് ഒരെണ്ണം SLC പരീക്ഷയ്ക്ക് ചോദിക്കും. ആദ്യം നമ്മൾ കാവേരി നദിയാണ് നോക്കുന്നത്. ഈ ശ്രീലങ്കയൊക്കെ വരുന്നതിൻ്റെ മുകൾ ഭാഗത്ത് തമിഴ്നാട്ടിൽ ഇവിടെ ഒരു എൽ പോലെ ഒരു കട്ടിങ് കാണുന്നുണ്ട്. താഴെ കന്യാകുമാരിയിൽ നിന്ന് പോയി മുകളിലേക്ക് എത്തുമ്പോൾ, കുറച്ച് മുകളിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട്ടിൽ എൽ പോലെ ഈ കട്ടിങ് വരുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കാവേരി മനസ്സിലോർത്ത് വെക്കാം. ഓക്കെ, കാവേരി നമ്മൾ പറഞ്ഞ് ഈ എൽ പോലത്തെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് പോയി ഈ ഒടിവ് വരുന്ന ഭാഗത്ത് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ആയിട്ട് തെലങ്കാനയിലൊക്കെ ആയിട്ട് ഒഴുകുന്ന നദിയാണ് കൃഷ്ണ എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒടിച്ചിൽ വരുന്ന ഭാഗത്താണ് കൃഷ്ണ നദി. ആ ഭാഗം ഓർത്തിരിക്കുക. നോക്കിയാൽ കൃഷ്ണ നദി കഴിഞ്ഞിട്ട് വീണ്ടും ഇത്തിരി കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ആ ഒരു ഒടിച്ചിൽ വന്ന ഭാഗം ഉണ്ട്, ഈ കുനിപ്പ് വന്ന ഭാഗം, ആ ഭാഗത്തായിട്ട് വരുന്ന നദിയാണ് ഗോദാവരി നദി. ഇവിടെ നോക്കിയേ, കൃഷ്ണയുടെ ആ ഒടിവ് കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഗോദാവരി നദി ഒഴുകി വന്ന് ബേ ഓഫ് ബംഗാളിൽ പതിക്കണ ഭാഗം. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ശ്രീലങ്കയുടെയൊക്കെ മുകൾ ഭാഗത്തായിട്ട് തമിഴ്നാട്ടിൽ ആ എൽ പോലത്തെ ഭാഗത്ത് കാവേരി മനസ്സിലാക്കി, അതിനുശേഷം മുകൾ ഭാഗത്ത് ഈ ഒടിവ് വരുന്ന ഭാഗത്ത് കൃഷ്ണ മനസ്സിലാക്കി, കൃഷ്ണയുടെ മുകൾ ഭാഗത്തായിട്ട് ആ മടക്ക് വരുന്ന ഭാഗത്ത് ഗോദാവരി റിവർ മനസ്സിലാക്കി. ഇനി നോക്കിയേ, കൃഷ്ണ കഴിഞ്ഞ് ഗോദാവരി കഴിഞ്ഞ് മുകൾ ഭാഗത്തേക്ക് പോണ സമയത്ത് മഹാനദി ഉണ്ട്. ഈ ഭാഗം ഒന്ന് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. ഈ ഭാഗം, അതായത് ഈ നോർത്ത് ഈസ്റ്റിനൊക്കെ താഴെ ഈ ഭാഗം വരുന്നതെന്ന് ഓർത്തിരിക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് മഹാനദിയുടെ സ്ഥാനം ഓർക്കാം. ഒഡീഷ സ്റ്റേറ്റിലാണ് മഹാനദി വരുന്നത്. നോക്കിയേ, ശ്രീലങ്കയുടെ മുകൾ ഭാഗത്ത് തമിഴ്നാട്ടിലായിട്ട് ആ എൽ പോലത്തെ ഭാഗത്ത് അവിടെ മുകളിലായിട്ട് കാവേരി വരുന്നു. കാവേരിക്ക് മുകൾ ഭാഗത്തായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ഒടിവ് വരുന്ന ഭാഗത്ത്, ഇതിവിടെ ഈ ഒടിവ് ഓറഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് വരുന്ന നദി കൃഷ്ണയാണ്. കൃഷ്ണയുടെ തൊട്ട് മുകളിലായിട്ട് ഗോദാവരി വരും. നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റിൻ്റെയൊക്കെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്ന ഈ റൗണ്ട് ചെയ്തേക്കണ ഭാഗം, ഓറഞ്ചിൽ റൗണ്ട് ചെയ്തേക്കണ ഭാഗം, ആ സ്ഥലം ഒന്ന് ഓർത്തിരിക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് ഒഡീഷയിൽ മഹാനദി വരും. ഇനി നോക്കിയാൽ നമ്മൾ നേരത്തെ വരച്ച ആ ഹിപ്പോപ്പൊട്ടാമസൊക്കെ കണ്ടാമൃഗമൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ട്. അതിൻ്റെ ഈ മുകൾ ഭാഗം, ഗുജറാത്തിൻ്റെ ഈ മുകൾ ഭാഗം വരുന്നത് അവിടെ വരുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു കച്ചാണ്. അതിന് താഴെ കത്തിയവാർ പെനിൻസുല വരും. അവിടെ നമ്മൾ ഒരു മലനിരകൾ പരിചയപ്പെട്ടായിരുന്നു. അതിന് റൈറ്റ് സൈഡിലായിട്ട് വിന്ധ്യയും സത്പുരയും, ആ വിന്ധ്യക്കും സത്പുരയ്ക്ക് ഇടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. നർമ്മദ ഒഴുകുന്ന പൊസിഷനാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ കത്തിയവാർ ഓർത്തിരിക്കുക. ആ കത്തിയവാറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അല്ലെങ്കിൽ ഗുജറാത്തിൻ്റെ താഴെ കൂടി അത് അറേബ്യൻ സീയിൽ പതിക്കുകയാണ് നർമ്മദ റിവർ എന്ന് പറയുന്നത്. അപ്പോൾ വിന്ധ്യയും സത്പുര ഓർത്തിരിക്കുക, അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്നത്. ഇതിലൊന്ന് നോക്കിയേ, വിന്ധ്യ റേഞ്ചും സത്പുര റേഞ്ചും കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ സത്പുര എന്ന് എഴുതിയേക്കണതിൻ്റെ അതിൽ കൂടി ഒരു നാട പോലെ, ഞരമ്പ് പോലെ, വെയിൻ പോലെ പോയേക്കണുണ്ട്. അതാണ് ഈ നർമ്മദ നദി എന്ന് പറയുന്നത്. അപ്പോൾ വിന്ധ്യക്കും സത്പുരയ്ക്ക് ഇടയിലൂടെ രണ്ടൊക്കെ എഴുതിയേക്കണ ഭാഗത്തൂടെ ഒഴുകണ്ട. അപ്പോൾ വിന്ധ്യയും സത്പുര ഓർമ്മയുണ്ടെങ്കിൽ അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്നതാണ് നർമ്മദ എന്ന് ഓർത്തിരിക്കുക. അതായത് ഈ കച്ച് പെനിൻസുലയുടെ റൈറ്റ് സൈഡിലായിട്ട് വിന്ധ്യ, അതിന് താഴെയായിട്ട് സത്പുര, അതിനിടയിലൂടെ ഒഴുകുന്ന നദിയാണ് നർമ്മദ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നോക്കി, ആ സത്പുരക്ക് താഴെ ഒരു നാട പോലെ കാണുന്നുണ്ട്. കത്തിയവാർന്ന് എഴുതിയേക്കണതിൻ്റെ റൈറ്റ് സൈഡിൽ ആ സത്പുരയ്ക്ക് താഴെ. അപ്പോൾ മാൾവ പ്ലേറ്റു, വിന്ധ്യ, വിന്ധ്യക്കും സത്പുരയ്ക്ക് ഇടയിലുള്ള നർമ്മദ, സത്പുരയുടെ താഴെ താപ്തി നദി. താപ്തി നദിയാണ് ഈ സത്പുരയുടെ താഴെയിലൂടെ ഒഴുകുന്ന നദി.
ഓക്കെ, ഇതാണ് ആ നർമ്മദയുടെ പൊസിഷൻ. അപ്പോൾ വിന്ധ്യം ഓർത്തിരിക്കുക, സത്പുര ഓർത്തിരിക്കുക. അതിൻ്റെ നടുവിലൂടെ ഒഴുകുന്നത് നർമ്മദ എന്ന് പറയുന്ന നദി ഓർക്കാം. നർമ്മദയുടെ താഴെയാണ് താപ്തി വരുന്നത്. അതായത് വിന്ധ്യ, സത്പുര, സത്പുരക്ക് താഴെ താപ്തി റിവർ ഒഴുകും. കണ്ടോ കണ്ടോ ഏതാണ്ടൊക്കെ ആ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ആ ഗുജറാത്തിലൂടെയാണ് ഒഴുകുന്നത്. അതായത് നർമ്മദ റിവറിൻ്റെ താഴെ ആയിട്ടാണ് താപ്തി റിവർ വരുന്നതെന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, രണ്ടും നോക്കി കണ്ടോ, നർമ്മദ. ഓക്കെ, ഇവിടെ താപ്തി റിവർ നിങ്ങൾ കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുമായിട്ട്, അതായത് നോർത്ത് വെസ്റ്റിലും നോർത്ത് ഈസ്റ്റിലുമായിട്ടുള്ള സവിശേഷതകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലൊക്കെ ആയിട്ട് കിടക്കുന്ന ഭൂസവിശേഷതകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പം നമുക്കറിയാം, മുകൾ ഭാഗം നോർത്താണ്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റാണ്. അപ്പോൾ ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റ് സൈഡിൽ നിന്ന് ആരംഭിച്ചു കഴിഞ്ഞാൽ മുകൾ ഭാഗം ജമ്മു കാശ്മീരിൻ്റെ അല്ലെങ്കിൽ ലഡാക്ക് തുടങ്ങിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളായി കിടക്കുന്ന ഈ എ അടയാളപ്പെടുത്തിയിട്ടുള്ള ലൈൻ, ഈ കാണുന്നത് കാരക്കോറം നിരകളാണ്. കാരക്കോറത്തിന് താഴെയായിട്ട് ലഡാക്ക് ബി എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നു. ലഡാക്കിന് താഴെ സസ്കർ നിരകൾ. അപ്പോൾ കാരക്കോറം എ മാർക്ക് ചെയ്തിരിക്കുന്നത്, ലഡാക്ക് പി മാർക്ക് ചെയ്തിരിക്കുന്നത്, സസ്കർ സി മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ നിരകൾ ചേരുന്നതാണല്ലോ ട്രാൻസ് ഹിമാലയ എന്ന് പറയുന്നത്. നമ്മൾ പ്രത്യേകം അത് 3 മാർക്കിൻ്റെ ചോദ്യത്തിനായി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഒന്ന് നോക്കാം. സസ്കറിന് താഴെയായിട്ട് 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്, റോമൻ ലെറ്റർ 1 മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന നിര, നീണ്ടു നിവർന്ന് കിടക്കുന്ന ഈ നിര ഹിമാദ്രിയാണ്. ഹിമാദ്രിക്ക് താഴെയായിട്ട്, ഹിമാദ്രിക്ക് പാരലായിട്ട് 2 മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ഹിമാചൽ നിരയാണ് എന്ന് നമുക്കറിയാം. ഹിമാചലിന് പാരലായിട്ട്, ഹിമാചലിന് താഴെ 3 മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ശിവാലിക് നിരയാണ്. അപ്പോൾ മുകളിൽ നിന്ന് പറയുകയാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, സസ്കറിന് താഴെ 1 മാർക്ക് ചെയ്തിരിക്കുന്നത് ഹിമാദ്രി, ഹിമാദ്രിക്ക് താഴെ 2 മാർക്ക് ചെയ്തിരിക്കുന്നത് ഹിമാചൽ, ഹിമാചലിന് താഴെ 3 മാർക്ക് ചെയ്തിരിക്കുന്നത് ശിവാലിക് നിരകൾ. ഇതിങ്ങനെ ഇന്ത്യയുടെ ജമ്മു കാശ്മീരിലും ലഡാക്കിലും ഒപ്പം തന്നെ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുകയാണ്. ഇനി നമ്മൾ ഇന്ത്യയുടെ സപ്ത സഹോദരിമാർ, 7 സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്ന 7 സംസ്ഥാനങ്ങളുള്ള ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലേക്ക് പോവുകയാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ നോർത്തേൺ മൗണ്ടൻസിൻ്റെ എക്സ്റ്റൻഷനായിട്ടുള്ള പൂർവാഞ്ചൽ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹൈലാൻഡ്സിലേക്ക് പോവുകയാണ്. ഇവിടെ നോക്കാം, 1 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ കാണുന്ന മലനിര, ഹിൽസിൻ്റെ പേര് പട്കൈബം എന്നാണ്. 2 മാർക്ക് ചെയ്തിരിക്കുന്നത് നാഗ ഹിൽസാണ്. 4 മാർക്ക് ചെയ്തിരിക്കുന്നത് മിസോ ഹിൽസ്. 1 പട്കൈബം, 2 നാഗ ഹിൽസ്, 4ാമത്തേത് മിസോ ഹിൽസ്. 3 മാർക്ക് ചെയ്തിരിക്കുന്നത്, അവിടെ 3 പർവ്വതനിരകളുണ്ട്, ഗാരോ, ഖാസി, ജയന്തിയ എന്നിവയാണ്. 3ാമത്തേത് ഗാരോ, ഖാസി, ജയന്തിയ എന്നീ 3 മലനിരകൾ ഒരുമിച്ച് വരച്ചേക്കണം. ശരിക്കും അത് ബ്രേക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കി നോക്കാം. അതിൻ്റെ ഒരു ഇലസ്ട്രേഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റിലായിട്ട് പട്കൈബം, ഈ കാണുന്ന ഈ ഭാഗത്ത് കാണുന്ന പട്കൈബം, അതിന് താഴെ നാഗ ഹിൽസ് ഈ കാണുന്നു, അതിന് താഴെ മിസോ ഹിൽസ് ഈ കാണുന്നു. ഇനി ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത്, മേഘാലയയിലേക്ക് വരുന്ന സമയത്ത് ഗാരോ, ഖാസി, ജയന്തിയ. നമ്മൾ നേരത്തെ കണ്ടതിൽ ഗാരോയും ഖാസിയും ജയന്തിയും ഒറ്റ ലൈനിലാണ് വരച്ചിരുന്നത്. കണ്ടോ, മുകൾ ഭാഗത്ത് 1 മാർക്ക് ചെയ്തിരിക്കുന്നത് പട്കൈബം, 2 നാഗ, 4 മിസോ, 3 മുറിച്ച് വരച്ച് കഴിഞ്ഞാൽ ഗാരോ, ഖാസി, ജയന്തിയ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്യുന്നത് മാപ്പ് വർക്കുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾക്ക് മാപ്പ് വർക്ക് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം.
ആദ്യം നമ്മൾ ഇന്ത്യയുടെ അതിര് ബൗണ്ടറീസ് ഒന്ന് ചർച്ച ചെയ്യുന്നു. നിങ്ങളുടെ മാപ്പിൻ്റെ മുകൾ ഭാഗം നോർത്താണ്, താഴെ സൗത്ത്. നിങ്ങളുടെ മാപ്പിൻ്റെ ഇടത് ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ആ ഭാഗം വെസ്റ്റാണ്. നിങ്ങളുടെ അല്ലെങ്കിൽ മാപ്പിൻ്റെ റൈറ്റ് സൈഡ് ഈസ്റ്റാണ് എന്ന് നമുക്കറിയാം. ഈ മാപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഗുജറാത്തിൻ്റെ ഭാഗം, അതായത് ഇന്ത്യയുടെ വെസ്റ്റ് സൈഡ്, അവിടെ ഹിപ്പോപ്പൊട്ടാമസൊക്കെ അല്ലെങ്കിൽ ഒരു കാണ്ടാമൃഗമൊക്കെ വായ പൊളിച്ച് നിൽക്കുന്നത് പോലെ ഒരു ഭാഗം കാണുന്നുണ്ട്. ഞാൻ ഓറഞ്ച് ലൈൻ ഇട്ടേക്കുന്ന ഭാഗം, റൗണ്ട് ഇട്ടേക്കുന്ന ഭാഗം. അവിടെ നിന്ന് നമുക്ക് ഇന്ത്യയുടെ ഫിസിയോഗ്രാഫിക് ഫീച്ചേഴ്സ്, അതിലെ ചില പ്രത്യേകതകൾ നമുക്ക് നോക്കാം. അവിടെ മുതൽ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കിയേ, നമ്മളിപ്പോൾ കണ്ട ആ പ്രത്യേകതകളിൽ ആ ഹിപ്പോപ്പൊട്ടാമസൊക്കെ വാ പൊളിച്ച് നിൽക്കുന്ന ഭാഗത്തെ 2 പ്രത്യേകതകളാണ് അവിടെ കാണാൻ സാധിക്കുക. അതിൽ അതിൻ്റെ മുകൾ ഭാഗം വരുന്നത് കച്ച് പെനിൻസുലയാണ്. കച്ച് പെനിൻസുലയുടെ താഴെയായിട്ട് വരുന്ന ആ ഭാഗം കത്തിയവാർ പെനിൻസുല. ഇനി നോക്കിയാൽ ആ കച്ച് പെനിൻസുലയുടെ മുകൾ ഭാഗത്ത് ഏതാണ്ട് നോർത്ത് ഈസ്റ്റിലായിട്ട് കിടക്കുന്ന പർവ്വതനിരയാണ്, രാജസ്ഥാനിലും ഗുജറാത്തിലൊക്കെ ആയിട്ട് കിടക്കുന്ന പർവ്വതനിരയാണ് ആരവല്ലി എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നുണ്ട് ആരവല്ലി, കണ്ടല്ലോ. ഇനി നോക്കി, ആ കച്ച് പെനിൻസുലയുടെ വലതുവശത്തായിട്ട് ഇത്തിരി നീങ്ങി വിന്ധ്യ റേഞ്ച് എന്ന് കാണുന്നുണ്ട്, വിന്ധ്യ റേഞ്ച്. അപ്പം നമുക്ക് കച്ച് കിട്ടി, കത്തിയവാർ കിട്ടി, വിന്ധ്യ റേഞ്ച് കിട്ടി, ആരവല്ലി കിട്ടി. ഈ ആരവല്ലിക്കും വിന്ധ്യ റേഞ്ചിനും ഇടയിലുള്ള ഈ പ്രദേശം, ആ പ്രദേശമാണ് മാൾവ പ്ലേറ്റു എന്നറിയപ്പെടുന്നത്. മാൾവ പ്ലേറ്റു ആണ് ആരവല്ലിക്കും വിന്ധ്യക്കും ഇടയിൽ കിടക്കുന്ന പർവ്വതനിര. മാൾവ പ്ലേറ്റു മോഡൽ എക്സാമിനേഷന് ചോദിച്ചതാണ്, ആരവല്ലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോക്കിയേ, വിന്ധ്യക്ക് താഴെയായിട്ട് സത്പുര റേഞ്ചാണ്. വിന്ധ്യക്ക് താഴെ നോക്കാം സത്പുര റേഞ്ച്, വിന്ധ്യ, അതിന് താഴെ സത്പുര റേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിനി റിവേഴ്സ് പറയുന്ന സമയത്ത്, നദികൾ പറയുന്ന സമയത്ത്, വിന്ധ്യ റേഞ്ചിനും സത്പുരയ്ക്കും ഇടയിലൂടെ ഒഴുകുന്ന നദിയുണ്ട്. ആ കാണുന്ന വിന്ധ്യ പർവ്വതനിര റെഡ് ലൈൻ, അതിന് താഴെ സത്പുര റെഡ് ലൈൻ, അതിന് ഇടയിലൂടെ ഒഴുകുന്ന നദിയുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം, നർമ്മദയാണ്. ഇനി വിന്ധ്യ സത്പുര, അതിനിടയിൽ നർമ്മദ. അപ്പോൾ വിന്ധ്യ, നർമ്മദ, സത്പുര, അതിന് താഴെ താപ്തി എന്ന് പറയുന്ന നദി വരും. നമ്മളുടെ മോഡൽ എക്സാമിനേഷൻ ചോദിച്ചതാണ്. അപ്പോൾ ആ സ്ഥാനം ആ രീതിയിൽ നോക്കാം. ഇനി നോക്കിയാൽ നമ്മൾ വിന്ധ്യ റേഞ്ചും ഒപ്പം തന്നെ സത്പുര റേഞ്ചൊക്കെ പഠിച്ച്, അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് കിഴക്കോട്ട് മാറി കിടക്കുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്ന് പറയുന്നത്. അപ്പോൾ വിന്ധ്യ സത്പുര നമ്മൾ പഠിച്ച്, അതിൻ്റെ റൈറ്റ് സൈഡിലേക്ക് കുറച്ച് നീങ്ങിയിട്ട് കാണപ്പെടുന്ന പ്ലേറ്റുവിൻ്റെ പേരാണ് ഛോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്ന് പറയുന്നത്. ഇനി താഴെ ഭാഗത്ത് സൗത്തിൽ കേരളമൊക്കെ വരുന്ന ഭാഗം നോക്കി, ഈ ഭാഗത്ത് ഒരു ബ്ലൂ ഷെയ്ഡി കൊടുത്തേക്കണം. അത് വെസ്റ്റേൺ ഗട്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ഗുജറാത്ത് മുതൽ തമിഴ്നാട് വരെ അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കണ്ടോ വെസ്റ്റേൺ ഗട്ട്സ് കിടക്കുന്നത്, കണ്ടോ. ഇനി നോക്കിയാൽ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ തമിഴ്നാട് മുതൽ ഇങ്ങനെ ഒഡീഷയൊക്കെ വരെ കിടക്കുന്നത്, ആന്ധ്രാപ്രദേശ് വരെ കിടക്കുന്നത്, ഇതറിയപ്പെടുന്നത് ഈസ്റ്റേൺ ഗട്ട്സ് എന്നാണ് അറിയപ്പെടുക. കണ്ടോ ഈസ്റ്റേൺ ഗട്ട്സ്. ഈ വെസ്റ്റേൺ ഗട്ട്സും ഈസ്റ്റേൺ ഗട്ട്സും സംഗമിക്കുന്ന സ്ഥലം ഈ താഴെ, അത് നീലഗിരി, അവിടെ വെച്ചിട്ടാണ് ഈസ്റ്റേൺ ഗട്ട്സും വെസ്റ്റേൺ ഗട്ട്സൊക്കെ സംഗമിക്കുന്നത്. ഇനി നോക്കി, ഈ വെസ്റ്റേൺ ഗട്ട്സിന് ഈസ്റ്റേൺ ഗട്ട്സിന് ഇടയിലുള്ള ഈ പ്രദേശം, ഇതറിയപ്പെടുന്നത് ഡെക്കാൻ പ്ലേറ്റു എന്നാണ്. ഡെക്കാൻ പ്ലേറ്റു, ഈ പ്രദേശമാണ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. നോക്കി, ഏതാണ്ട് നമ്മൾ ആ കത്തിയവാറൊക്കെ എഴുതിയ ഭാഗത്തുനിന്ന് താഴേക്ക് കേരളവും തമിഴ്നാടൊക്കെ കടന്ന് നിൽക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന, അതായത് ഇന്ത്യയുടെ വെസ്റ്റേൺ പാർട്ടി കാണുന്ന ഈ റെഡ് ലൈനായിട്ട് കൊടുത്തേക്കുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഇനി നോക്കി, വെസ്റ്റേൺ ഗട്ട്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടോ, ഇന്ത്യയുടെ ഈസ്റ്റേൺ പാർട്സിൽ അവിടെ തമിഴ്നാട് മുതൽ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ് ഈസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്, കണ്ടോ. ഇനി നോക്കിയാൽ ഈസ്റ്റേൺ ഗട്ട്സിനും വെസ്റ്റേൺ ഗട്ട്സിനും ഇടയിലുള്ള ആ പ്രദേശം, ആ ട്രയാങ്കിൾ ഷേപ്പിൽ കിടക്കുന്ന പ്രദേശമാണ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്.